കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ബാത്റൂമിലൊക്കെ ഒരു നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലഷ്നർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട, നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാം. നമ്മൾ നേരം വിളിച്ചാകുമ്പോൾ എൻ്റെ ബാത്റൂമിലേക്കാണ് ഫസ്റ്റ് പോണത്. അപ്പോൾ പോയാൽ തന്നെ ഒരു ചീത്ത സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറും. അപ്പം തന്നെ നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സാണ് നമ്മുടെ ബാത്റൂമിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, ഒരു 2 ഐറ്റം മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഫ്രഷ്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അച്ചാറൊക്കെ മേടിച്ചിട്ടുള്ള ചില്ലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം ഉണക്കി വെച്ചിട്ടുള്ള ഒരു ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് കടകളിൽ നിന്നൊക്കെ ഇതുപോലത്തെ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ആവശ്യമില്ല, മൂടി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ ബേക്കിംഗ് സോഡ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷേ പുറത്തുനിന്നുള്ള മണങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ ഈ ബേക്കിംഗ് സോഡയ്ക്കുള്ളത്. ബേക്കിംഗ് സോഡയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഫ്രഷ്നർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പല സാധനങ്ങളും മണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ വാനില എസൻസ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ മണത്തിനൊക്കെ ഉപയോഗിക്കണ ഇഞ്ചിപ്പുല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ മേടിക്കാൻ കിട്ടുന്നത്, അതെടുക്കാം. നമ്മൾ ഈ വീട്ടിലുള്ള വാനില എസൻസ് എടുത്ത് പിന്നെ തുണികളിലൊക്കെ മുക്കണ കംഫർട്ട് വേണമെങ്കിൽ അതും എടുക്കാം. എന്ത് ആയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഈ ബാത്റൂം ഫ്രഷ്നറും അതും ഇതൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഇത്ര ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണം പോവും. ചിലപ്പോൾ അതിന് മുന്നും നമുക്ക് മണം പോവും. പക്ഷേ അതിന് അത്യാവശ്യം പൈസ നമ്മൾ കൊടുത്തിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പപ്പക്കാരും ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അധികം വിലയൊന്നും വരുന്നില്ല. പിന്നെ ഈ വാനില എസൻസിനും അധികം വില വരുന്നില്ല. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ആയാലും ഇതിന് പകരമായാലും നല്ലൊരു മണം കേട്ടോ അത് കിട്ടാൻ പോണത്. അപ്പോൾ അതായത് നമ്മുടെ വാനില എസൻസ് ഒഴിച്ചിട്ട് ഞാൻ നന്നായി തന്നെ ഈ ബേക്കിംഗ് സോഡയിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും വാനില എസൻസ് എത്തണ വരെ ഭാഗത്തേക്ക്. അപ്പം ഞാൻ ഈ ബോട്ടിൽ നിറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ എടുക്കാം. ഞാൻ പക്ഷേ ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അതായത് ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 4-5 ടീസ്പൂണാണ് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ വാനില എസൻസൊക്കെ നന്നായിട്ട് മൊത്തം ബേക്കിംഗ് സോഡയിലെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതായത് ജസ്റ്റ് അങ്ങനെ നന്നായിട്ട് ഈ പാത്രത്തിൽ അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്നൊരു ഭംഗിക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് മണത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ സോഫ്റ്റ് ടച്ച്. പിന്നെ ഇതാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലില്ലേ, അതൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അതിന് നല്ല ഈ ബേക്കിംഗ് സോഡയിലും കൂടിയും ചെല്ലുമ്പോൾ അതൊരു പ്രത്യേക മണം തന്നെയാണ്. ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഫ്രഷ്നർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ വാനില എസൻസ് ആണ്. അതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് ഉപയോഗിച്ചു. അതിനൊരു പ്രത്യേക മണം കേട്ടോ. ഈ ഒരു ഐസ്ക്രീമിൻ്റെയും അതിൻ്റെയും ഒക്കെ ഒരു മണമാണല്ലോ നമ്മുടെ വാനില എസൻസിന്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 1.5 മാസമൊക്കെ ഇതുപോലെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലൊക്കെ എണീറ്റ് നല്ലൊരു മണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ എണീറ്റ് വശം തന്നെ ബാത്റൂമിലേക്കാണ് ഫസ്റ്റ് പോണത്. അപ്പോൾ അവിടുത്തെ ഒരു ചീത്ത മണം നമ്മുടെ മൂക്കിലേക്കാണ്ട് അടിച്ച് കയറുമ്പോൾ തന്നെ അന്നത്തെ ദിവസത്തെ മൊത്തം മൂഡ് നമ്മുടെ പോയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇതിപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ഈ 2 ഐറ്റം മാത്രം മതി നമുക്കൊരു അടിപൊളി റൂം ഫ്രഷ്നല്ല ബാത്റൂം ഫ്രഷ്. ഇത് റൂമിലായാലും വെച്ചാലും നല്ല തന്നെയാണ് കേട്ടോ. നല്ല മണം കിട്ടും. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് എന്തായാലും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസമൊക്കെ ഇതിൻ്റെ മണം ഇരിക്കും കേട്ടോ. അപ്പോൾ മൊത്തം നമ്മുടെ വാനില എസൻസ് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ അടച്ച് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂടി വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ഈ കുപ്പിയുടെ മുകളിൽ വെച്ച് അടച്ചിട്ട് വെക്കുക മാത്രമാണ് വേണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. കുപ്പി നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്കിവിടെ റൂമിലും ബെഡ്റൂമിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ വെക്കുന്നത് നമുക്ക് ബാത്റൂമിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിലുള്ള പാത്രങ്ങൾ അത് ഞാൻ പറഞ്ഞ പോലെ ചില്ലിൻ്റെ ബോട്ടിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മുടെ കുപ്പിയുടെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ആകുമ്പോൾ അതിങ്ങനെ ചെറിയൊരു എന്താ പറയുക കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കൊരു നനവും ഇതൊക്കെ വരുമ്പോഴേക്കും മണം പുറത്തേക്ക് പോകണ്ടേ. അപ്പോൾ പക്ഷേ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ടൈറ്റായി നിൽക്കുകയാണ്. അപ്പോൾ മണം പുറത്തേക്ക് പോവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ കുറച്ചൊരു ഹോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഹോളിൽ കൂടെ
നല്ല മണം വരും കേട്ടോ. അധികം അങ്ങോട്ട് കുത്തണ മണമല്ല വരിക. വാനില എസൻസ് ആയ കാരണം നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ നമുക്ക് ബാത്റൂമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നേരം വെളിച്ചാകുമ്പോൾ പോണ ആ ഒരു മൂടൊക്കെ ഈ മണം നമ്മുടെ ബാത്റൂമിലൊക്കെ മൊത്തമായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാൾ ഈ മണം ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് അവർ ഒരു മാസമൊക്കെ പറയും ഈ ഫ്രഷ്നർ, ബാത്റൂം ഫ്രഷ്നറൊക്കെ മേടിക്കുമ്പോൾ. അപ്പോൾ അത് കറക്റ്റ് ഒരു മാസം ചിലപ്പോൾ അതിന് മുന്നും ഇതിൻ്റെ മണം പോകും. ഇപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിൽ വെക്കാം. നമ്മുടെ കിച്ചണിൽ വേണമെങ്കിൽ ഒരു സൈഡിലാക്കിയിട്ട് വെക്കാം. ബാത്റൂമിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ മുകളിലൊക്കെ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെക്കാറുണ്ട്, വെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് കേട്ടോ എനിക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്ത് സാധനം വേണമെങ്കിലും മണത്തിന് നിങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.